عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. نصلي ونسلم على رسوله الأمين وعلى آله وأصحابه وأتباعه وأهل بيته أجمعين. പരിശുദ്ധമായ അല്ലാഹുവിന്റെ മസ്ജിദിലുള്ള വചനമൊരിക്കലിന്റെ പ്രതിജ്ഞയെ പുതുക്കി നമ്മളെല്ലാവരും ഈ ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടിയത് നാഥനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി ഇസ്സത്തോടുകൂടെ ജീവിച്ച് കലിമ ചൊല്ലി ഇസ്സത്തോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് ലഭ്യമാകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തിന്റെ മതേതര പൈതൃകങ്ങളെയും മാനവിക സൗഹൃദങ്ങളെയും രൂഢമൂലമാക്കി മുന്നോട്ട് പോകാനുള്ള ശേഷിയും ക്ഷേമശിയും നാം അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, രാജ്യം ഒരു ദുഃഖസാന്ദ്രമായ ചൊവ്വാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ദർശിച്ചത്. മഞ്ഞു പെയ്യുന്ന മിനി സ്വിറ്റ്സർലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്ന ബൈസറൺ താഴ്വാരം. സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ഒരു ഖ്യാതി തന്നെ കിട്ടിയത് അവിടുത്തെ സമാധാനമാണ്, അവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഇത് രണ്ടും സമ്മേളിച്ചപ്പോഴാണ് ആ നാടായത്. അങ്ങനെ ഇന്ത്യക്ക് ഒരു മിനി സ്വിറ്റ്സർലാൻഡ്, കശ്മീരിന്റെ പെഹൽഗാമിന്റെ മനോഹരമായ താഴ്വാരത്തിന്റെ പരിസരമാണ് ബൈസറൺ വാലി. ആ ബൈസറൺ വാലിയാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്രമേൽ അത് പുഷ്കലവും ആകർഷണീയവുമാണ്. അവിടെയാണ് ഭീകരവാദികൾ നുഴഞ്ഞു കയറി വിനോദസഞ്ചാരികളായ അതും കുടുംബസമേതം വന്ന ജനങ്ങളെ ദയാദാക്ഷിണ്യമില്ലാതെ സ്വന്തം ബന്ധുക്കളുടെയും മക്കളുടെയും ഭാര്യന്മാരുടെയും മുൻപിലിട്ടിട്ട് കൊല ചെയ്തത്. അതും വെടിവെച്ച് കൊല്ലുക. ഇവർ ചെയ്ത പാതകങ്ങൾ എന്തൊക്കെയാണ്, ഇത്ര അപകടകരമാണ്. ഒന്ന് കലിമ ചൊല്ലാൻ പറയാം, ആള് മുസ്ലിമാണോ എന്ന് പരിശോധിക്കാൻ. ഇതുകൊണ്ടൊക്കെ ഒരു മതവിഭാഗത്തിനും ഒരു വിശ്വാസധാരക്കും വരുന്ന പരിക്കുകൾ എന്ത് എന്ന് തിരിച്ചറിയുന്നവരാണെങ്കിൽ അവരെ പരിപാടിക്ക് നിൽക്കൂല. അപ്പൊ അതിന് നിന്ന ആളുകൾ മതത്തിന്റെ പേരിൽ അവരെ ചേർത്ത് വായിക്കാൻ ഒരു നിലക്കും പറ്റാത്തവരാണ്. അവർ കൊടും തീവ്രവാദികളാണ്. ഇസ്ലാം മതവുമായിട്ടോ നമ്മുടെ വിശ്വാസവുമായിട്ടോ പുലബന്ധം പോലും ഇല്ലാത്ത തീവ്രവാദികളാണ്. അതുകൊണ്ട് റാവൽപിണ്ടിയിൽ നിന്നാണ് അവരെ കിട്ടുന്നതെങ്കിൽ അവിടെ പോയി തെരഞ്ഞു പിടിച്ച് കൊന്നു ഒഴിച്ചു മൂടണം ഇത്തരം ക്ഷുദ്രജീവികളെ എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. കാരണം അതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ട്, ഈ രാജ്യത്തിന്റെ പൂർവകാല ചരിത്രങ്ങളെ ഉൾക്കൊണ്ട് ഇവിടെ മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും ഒരു മെയ്യായി അടരാടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് വെള്ളക്കാരെ കെട്ടുകെട്ടിച്ച് പറഞ്ഞയച്ചത്. അതിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കാത്ത പാരമ്പര്യം എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് ഇന്ത്യക്കാരൻ ഉണ്ടായിട്ടുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ തീവ്രവാദിക്ക് കഴിഞ്ഞു. അത് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദിയാണെങ്കിലും ഇവിടെയുള്ള തീവ്രവാദിയാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് സാധ്യമായി. അതുകൊണ്ട് നല്ലൊരു സൗന്ദര്യമുള്ള ഒരു കശ്മീർ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ സ്വർഗമാണ്. ഇന്ത്യയുടെ സ്വർഗം എന്ന അപരനാമമുള്ള ഒരു കശ്മീർ, ഇവിടുത്തെ ജനവിഭാഗത്തിന്റെ പ്രകൃതം, അവിടുത്തെ പ്രകൃതി സമ്പത്ത്, അവിടുത്തെ മണ്ണിന്റെ കാലാവസ്ഥ, അതിന്റെ ആകർഷണീയത, ഇതൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ കലിമ ചൊല്ലി എന്നൊക്കെ പറയുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം അല്ലെ, ഈ മതത്തിന്റെ ചിഹ്നത്തെ അവരെ എന്ത് ചെയ്യാണ് അവിടെ മിസ്യൂസ് ചെയ്യാൻ. അത് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്നത് അത് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കരുവാന്റെ ആലയിലുള്ള മുയലിനെ പോലെ ഓരോ മുട്ടിനും ഞെട്ടേണ്ട ദുരവസ്ഥയുള്ള ആൾക്കാരാണ്. കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ ഒരു മുയലും കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഒരു കൂട്ടിൽ ഒരു മുയലുണ്ടെങ്കിൽ, ഇയാള് ഇരുമ്പ് ലോഹങ്ങള് മേടി ശരിയാക്കുന്നിടത്തെ എല്ലാം ഓരോ മുട്ടിനും ഞെട്ടേണ്ട അവസ്ഥയുള്ള ഒരു പാവം മിണ്ടാപ്രാണിയാണ് അപ്പുറത്ത് കിടക്കണ ഈ മൊയില് എന്ന് പറയുന്നത്. അപ്പൊ അതേ അവസ്ഥയല്ലേ ഉണ്ടായത്.
ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ ബോർഡ് പൊങ്ങി. ചാലക്കുടിയിൽ ഇന്ന് രാവിലെ ബോർഡ് വന്നു, പ്രത്യക്ഷപ്പെട്ടു. മുസ്ലിം ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞു പോയവർക്ക് നാടിന്റെ ആദരാഞ്ജലികൾ എന്ന്. ആ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാ വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ മുന്നണി പോരാളിയെ പോലെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ രാജ്യത്തെ സിംഹഭാഗം വരുന്ന മുസ്ലിങ്ങൾ. ഞങ്ങൾ ഈ ഇസ്ലാമിന്റെ പേരിൽ അത് ചേർത്ത് വായിക്കുമ്പോണ്ടാകാൻ പോകുന്ന അപകടം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ചെയ്ത തീവ്രവാദി മുസ്ലിം അല്ലല്ലോ. ഇവരെങ്ങനെ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിന്റെ കൂടെ കെട്ടാൻ നമുക്ക് സാധിക്കാം? അങ്ങനെ കെട്ടിയാൽ അവന്റെ കൂടെ നിൽക്കാൻ എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷി നമ്മൾ അനുഭവിക്കുക? ഒരിക്കലും നമ്മൾ അനുവദിക്കൂല. നോക്കൂ നിങ്ങൾ, നമ്മുടെ കഴിഞ്ഞ പാരമ്പര്യം എന്ന് മാത്രമല്ല, പഹൽഗാമിൽ ഉണ്ടായ പാരമ്പര്യം പോലും അങ്ങനെയാണ് അല്ലെ? രാമചന്ദ്രൻ, എടപ്പള്ളി സ്വദേശിയായ ഒരു മലയാളി, ഏക മലയാളി, ഈ ഭീകരവാദികളുടെ അക്രമങ്ങളിൽ ജീവൻ പൊലിഞ്ഞുപോയി. ആ കുടുംബത്തിന് പടച്ച തമ്പുരാൻ സമാധാനം പ്രദാനം ചെയ്യട്ടെ. എല്ലാ കുടുംബങ്ങളും. അവരുടെ മകള് ആരതി കേരളത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ആ മോർച്ചറിയിൽ, എന്റെ അച്ഛന്റെ മോർച്ചറിയിൽ രാവിരുട്ടിയിട്ട് നേരം പുലരുവോളം സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു തന്ന് ഞങ്ങളോട് കൂടെ നിന്ന രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് മുസാഫിറും ഒന്ന് സമീറും. അതുകൊണ്ട് പഹൽഗാമിൽ എനിക്ക് പിറക്കാതെ പോയ, എന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ രണ്ട് സഹോദരങ്ങൾ എനിക്കുണ്ടെങ്കിൽ അത് മുസാഫിറും സമീറുമാണ് എന്ന് ആരതി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു. നമ്മളെല്ലായിടത്തും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിങ്ങൾക്ക് അവരുടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്, നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ മദ്രസ സംവിധാനത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു അവബോധം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് തീവ്രവാദ ആശയങ്ങൾ ചിന്തിക്കാനേ നമ്മളെ കുട്ടികൾക്ക് കഴിയുന്നില്ല, അത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല, അതിനെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. കാരണം എന്താ അറിയോ? യഥാർത്ഥ മതം എന്ത് എന്ന് നമ്മൾ കാലയെ കൂട്ടി നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, ആ തിരിച്ചറിവ് രൂപപ്പെടുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ നോക്കുങ്ങള് വളരെ ഇൻക്ലൂസീവായിട്ട് നമുക്കെല്ലാം ജീവിക്കാൻ കഴിയുന്നു. ആരെയും ഏതെങ്കിലും വിശ്വാസ കാര്യത്തിന്റെ പേരിലോ മാറ്റി നിർത്താൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ല. ഇപ്പോ കശ്മീരിലും കണ്ടു നമ്മള് അല്ലെ, ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കരുനീക്കമായിട്ട് ഇത്തരം സംഭവ വികാസങ്ങളെ വരെ നീക്കിക്കൊണ്ടുപോകുമ്പോ അതിൽ വലിയ ദുഃഖം അനുഭവിക്കുന്ന, അതിൽ വലിയ പരിവേദനകളോടുകൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിം തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ടവരൊക്കെ തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ നമ്മളെ ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന പഹൽഗാമില് ഈ പറയപ്പെട്ട ആളുകളോട് കൂടെ പെടഞ്ഞു മരിക്കേണ്ടി വന്ന കുതിര സവാരിക്കാരൻ, അപ്പൊ അദ്ദേഹം ഒരു മുസ്ലിമാണ്. ഈ തീവ്രവാദിയുടെ മുമ്പില് അദ്ദേഹം ഒരു മുസ്ലിമായി ജീവിക്കുന്ന കശ്മീരിൽ ഒരു സാധാരണക്കാരനാണ്. തന്റെ കൂടെ വന്നിരിക്കുന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തണം എന്നതിന്റെ ഭാഗമായിട്ട് ആ ഭീകരവാദിയുടെ കയ്യിൽ നിന്ന് അയാളുടെ കയ്യിലുള്ള എയർ ഗണ്ണ് തട്ടിപ്പറിച്ച് വാങ്ങി തിരിച്ച് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഈ ഭീകരവാദിയുടെ കരാള ബാഹുക്കളിൽ ഇയാൾ അമർന്നുപോയത്, വെടിയേറ്റ് മരിച്ചുപോയത്. ആദിൽ ഹുസൈൻ ഷാ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥനാണ്. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, മക്കളുണ്ട്. ആ കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വരുന്ന വിനോദസഞ്ചാരികളെ 7 കിലോമീറ്റർ മുകളിലുള്ള ബൈസരൺ വാലിയിലേക്ക് കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയി ആ സമയത്ത് കുതിരയുടെ മൂക്ക് കയർ പിടിച്ച് അവരോട് കൂടെ മലഞ്ചെരുവിലൂടെ അടിവച്ചടിവച്ച് നടന്നുപോയി അവര് നൽകുന്ന തൊട്ട് നാണയങ്ങളെ കൊണ്ട് ജീവിതം പുലർത്തി പോകുന്ന, നിത്യവൃത്തി പുലർത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവിടെ രക്തസാക്ഷിയെ പോലെ പിടഞ്ഞു മരിക്കാൻ, ആർക്ക് വേണ്ടി? ഈ ജനങ്ങൾക്ക് വേണ്ടി, ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അവിടെ വേറൊരു ചിന്തയിലേക്ക് ആദിൽ ഹുസൈൻ ഷാ പോയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അവിടുത്തെ ഷാൾ വിൽപ്പനക്കാരുണ്ട്, അതുപോലെ തന്നെ നെസ്കത്ത് അലീഷ എന്ന് പറയുന്ന 11 ആളുകളെ പഹൽഗാമില് രക്ഷപ്പെടുത്തിയ, തോളിൽ ചുമന്നിട്ട് കൊണ്ടുപോയപ്പോ ജാർഖണ്ഡ് സ്റ്റേറ്റ് സംസ്ഥാനത്തിന്റെ BJPയുടെ ഉന്നത അധികാര സമിതിയിൽപ്പെട്ട അരവിന്ദ് അഗർവാൾ, അദ്ദേഹം അവിടെ രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തിയ കശ്മീരിലെ ആ മുസ്ലിം സഹോദരനെ ഞാൻ ഒരിക്കലും മറക്കൂല, എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യമാവുകയും ചെയ്യൂല. മറ്റൊരു ഷാൾ വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു, അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെ ഇപ്പൊ കൂടെ നിൽക്കുകയാണ്, ഈ ഒരു ധർമ്മത്തിന്റെ കൂടെ നിൽക്കുകയാണ്. കാരണം പ്രാഥമികമായിട്ട് നമുക്ക് ഒക്കെ അതിനെ അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർപ്പാപ്പ മരണപ്പെട്ട സമയത്ത് മാർപ്പാപ്പയെ അതിരൂക്ഷമായി വിമർശിച്ചത് തീവ്ര ക്രൈസ്തവ ആശയുള്ള എന്ന് പറഞ്ഞാൽ
അതും യഥാർത്ഥ ക്രൈസ്തവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. കാസ പോലെയുള്ള സംഘീയ പരിവേഷമുള്ള ക്രൈസ്തവ ആളുകളാണ് അതിന് മുന്നോട്ട് വന്നത്. ഏതൊക്കെ ഭാഷയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബെനഡിക്ട് 16 അവര് അവഹേളിച്ചത്, അല്ലെ? കാരണം മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഫ്രാൻസിസ്, അദ്ദേഹം പറഞ്ഞു, എന്റെ സ്ഥാനപ്പേര് മാർപ്പാപ്പ എന്നുള്ളത് എനിക്ക് കിട്ടിയ സ്ഥാനപ്പേരാണ്. അതുകൊണ്ട് എന്റെ ശവകുടീരത്തിൽ നിങ്ങള് കല്ലറയിൽ എന്റെ സ്ഥാനപ്പേര് എഴുതി വെക്കാൻ പാടില്ല, കൊത്തിവെക്കാൻ പാടില്ല. എന്നെ മണ്ണിൽ കൊണ്ടുപോയി നിങ്ങൾ സംസ്കരിക്കണം. വലിയ കെട്ടിടങ്ങളുടെ ഉള്ളിൽ കൊണ്ടുപോയി സംസ്കരിക്കരുത്. എന്റെ കുടീരം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റരുത്. ഞാൻ സാധാരണക്കാരനാണ്. വത്തിക്കാനിൽ അദ്ദേഹം താമസിക്കുന്ന ബസിലിക്കയുടെ അപ്പുറത്ത് പോപ്പിന് താമസിക്കാനുള്ള അത്യാഡംബര സൗകര്യങ്ങളുള്ള വലിയൊരു രമ്യഹർമ്മം ഒഴിവാക്കിയിട്ട് ഒരു റൂമിനോളം വലിപ്പമുള്ള ഒരു ചാപ്പൽ തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ബെനഡിക്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അർജന്റീനക്കാരനായ ഈ മനുഷ്യൻ, അല്ലെ? അദ്ദേഹത്തിന് 1.5 കോടി രൂപയുടെ കാർ അപ്പൊ അദ്ദേഹത്തിന്റെ ഷെഡിൽ കാത്തിരിക്കുന്നുണ്ട്. ആ പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ബസ്സും ട്രെയിനും പരമാവധി ജീവിതത്തിൽ ഉപയോഗിച്ചു. ഈ ഈസ്റ്ററിന്റെ ദിവസം, മരിക്കുന്നതിന്റെ തലേ ദിവസം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അഭയാർത്ഥികളുടെ കാര്യത്തിൽ ലോക ജനതയെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത് പലസ്തീനിലെ അഭയാർത്ഥികളുടെ കൂടെ നിന്നു, ഗസയുടെ കൂടെ നിന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ജാതിയും മതവും നോക്കാതെ മാറോട് ചേർത്തു. അതാണ് മാർപ്പാപ്പ ലോകത്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ആ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് തെറ്റാണ്, അപരാധമാണ് എന്ന് വരുത്തി തീർത്ത് മരിച്ച പോപ്പിനോട് പോലും നീതി ചെയ്യാൻ പറ്റാത്ത സോഷ്യൽ മീഡിയ ക്ഷുദ്രജീവികളുടെ കാലഘട്ടമാണ്. ആ സോഷ്യൽ മീഡിയ കാലത്താണ് പെഹൽഗാമിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തില് അതൊരു മുസ്ലിംകൾക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിട്ട് ഇതിനെ കൊണ്ടാടുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ച രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നിയമവ്യവസ്ഥകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴുതിപ്പോക്ക് നമ്മുടെ പേനകൾക്ക് ഉണ്ടാകരുത്, നമ്മുടെ നാവിനുണ്ടാകരുത്. ഒരു ടൺ സ്ലിപ്പ് സംഭവിച്ചാൽ അത് കാട്ടുതീ പോലെ കത്തിപ്പടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ, ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആദ്യം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നവൻ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും. ആ സഹോദരന്മാരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, മുസ്ലിമിന്റെ കൂടി ഇന്ത്യ രാജ്യത്തെ പാരമ്പര്യമാണ്. ഈ രാജ്യത്തെ പിറന്ന മണ്ണും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ് സ്വരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മരിക്കലാണ് നല്ലത്, അല്ലാതെ പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കണ്ണികളിൽ കെട്ടിയിടാൻ ബന്ധനസ്ഥരാക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണനീയനാണ് മുസ്ലിമായിരുന്ന ബഹദൂർ ഷാ സഫറി എന്ന് പറയുന്ന മനുഷ്യൻ. അവസാനം ഈ നാട്ടിൽ നിന്ന് ബർമയിലെ റങ്കൂണിലേക്ക് നാട് കടത്താൻ കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എവിടെ നിങ്ങൾ 6 അടി മണ്ണൊരുക്കുകയാണെങ്കിലും ശരി, അവസാനമായിട്ടുള്ള എന്റെ വസിയത്ത്, ഞാൻ പിറന്നു വീണ എന്റെ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് എന്റെ 6 അടി മണ്ണിൽ വിതറിയിട്ട് അവിടെ എന്റെ മയ്യത്ത് നിങ്ങൾ കിടത്തണം. അല്ലേ? ഇതിലും വലിയ സ്വരാജ്യ സ്നേഹം എന്താ പ്രിയപ്പെട്ടവരെ? അന്ത്യാഭിലാഷം. ബ്രിട്ടീഷ് പട്ടാളക്കാരൻ മുഖത്ത് നോക്കി ചോദിച്ചതാണ്, നിങ്ങളുടെ ലാസ്റ്റ് ഡ്രീം എന്താണ്? അപ്പൊ പറഞ്ഞ എന്താണ്? ഞാൻ പറന്നു വീണ എന്റെ മണ്ണിന്റെ, എന്റെ രാജ്യത്തിന്റെ ഒരു പിടി മണ്ണ് എന്റെ അവസാനമായിട്ട് കിടക്കുന്ന ശയ്യാകുന്ന കബറിലെ 6 അടി മണ്ണിൽ എന്റെ രാജ്യത്തിന്റെ മണ്ണ് വിതറിയിട്ട് അതിന്റെ മുകളിൽ എന്നെ കിടത്തണം. ഈ മണ്ണിന് വേണ്ടിയാണ് ഞാൻ ത്യാഗം ചെയ്തത്, ചോര ചിന്തുന്നത് ഈ നാടിന് വേണ്ടിയാണ്, രക്തസാക്ഷിയാകുന്നത് ഈ നാടിന് വേണ്ടിയാണ്. എന്തിനേറെ പറയണം, മലപ്പുറത്തെ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ കണ്ണിന്റെ മുകളിൽ കറുത്ത നാട് കെട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു, പിന്നിലേക്ക് വെടിവെക്കാൻ നിൽക്കുകയാണ്. അപ്പൊ മഹാനായ ആ മനുഷ്യൻ പറഞ്ഞു പോയി, എന്റെ കണ്ണിന്റെ മുകളിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന കറുത്ത നാട് എടുത്തു മാറ്റണം. എന്നിട്ട് നിങ്ങൾ വെടിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്റെ മുന്നിലേക്ക് വെക്കണം. എനിക്ക് നെഞ്ചു വിരിച്ചിട്ട് എന്റെ നെഞ്ചടത്തിലേക്ക് വെടിയുണ്ടകൾ വാങ്ങാനാണ് ഇഷ്ടം.
ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യനല്ലേ, ആത്മാഭിമാനത്തോടുകൂടെ തന്നെ എനിക്ക് പെടഞ്ഞു മരിക്കാലോ. ആ മനുഷ്യന്റെ പേരാണ് വാരിയം കുന്നത്ത് കുഞ്ഞാമദാജി. ആ മനുഷ്യൻ പറഞ്ഞതാണ്, ബ്രിട്ടീഷുകാരന്റെ കാഞ്ചി വലിക്കാൻ പുറപ്പെട്ട കൈ പറിച്ചതാണ്. ഇതിനു മുമ്പിൽ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ഈ മനുഷ്യന്റെ രാജ്യസ്നേഹത്തിന്റെ തീവ്രമായ വാക്ക് കേട്ടിട്ട്. കാരണം ആരെങ്കിലും അങ്ങനെ പറയോ, കൈ കൂപ്പിയിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നല്ല പറയാ, അല്ലെ? അപ്പൊ ഹെയ്റ്റ് ക്യാമ്പയിൻ ആചരിക്കുന്ന ആളുകള് രാജ്യത്തിൽ നിങ്ങൾക്ക് എന്ത് പാരമ്പര്യം എന്ന് ചോദിച്ചു മുന്നോട്ട് വരുന്നവരോട് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയിട്ടെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാലോ എന്ന് പറഞ്ഞ ആളുകളാണ്, അല്ലെ? അത് തിരിച്ചറിയണം നമ്മള്. അതുകൊണ്ട് രാജ്യസ്നേഹം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കാനുള്ള പാരമ്പര്യം ബഹദൂർ ഷാ സഫറിലൂടെയും ബന്ധപ്പെട്ട ആളുകളിലൂടെയും മഹാത്മജിയിലൂടെയും അതുപോലെ തന്നെ കാക്കത്തറയിൽ ഉമർ ഖാദിയിലൂടെയും കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ മമ്പുറത്തിലൂടെയും ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനിലൂടെയും അങ്ങനെ ആരൊക്കെയുണ്ടോ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടവെട്ടിയ ആളുകൾ ആ പാരമ്പര്യത്തിന്റെ കൂടെ നിന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പഹൽഗാമിന്റെ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അതിനെ ഹേറ്റ് ക്യാമ്പയിനാക്കി മാറ്റാം. അത് വലിയ അപകടമല്ലേ? എവിടേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ അത് കൊണ്ടുപോകേണ്ട? പ്രിയപ്പെട്ടവർ, കാർഗിൽ യുദ്ധത്തിന് പാകിസ്ഥാനെതിരെ യുദ്ധം നടക്കുക. അതിലെ പടച്ചട്ടയണിഞ്ഞ പട്ടാള വേഷം ധരിച്ച അന്നത്തെ കുറച്ച് മുസ്ലിം പട്ടാളക്കാരുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഹൈന്ദവന്റെ കൂടെ സിഖുകാരനായ പട്ടാളക്കാരന്റെ കൂടെ ഇന്ത്യ രാജ്യത്തെ സേനയുടെ കൂടെ അണിനിരുന്ന മുസ്ലിം പട്ടാളക്കാരിൽ ചിലർ തക്ബീർ മുഴക്കിയിട്ട് പാകിസ്ഥാനിലെ സേനക്കെതിരെ വെടിയുതിർക്കുകയാണ്. രാജ്യത്തിന്റെ കൂടെ നിൽക്കുമ്പോ അവർക്ക് ആത്മപരിവേഷം, ഓരോ മതവിശ്വാസിക്കും ഓരോ രീതിയിലാണ് ആത്മവീര്യം കിട്ടുക. ആ ആത്മവീര്യത്തിന്റെ ദിക്ർ ചൊല്ലിയിട്ട് അവർ യുദ്ധം ചെയ്യാൻ, സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. ആ പാരമ്പര്യമുള്ള പട്ടാളക്കാരുടെ നാട്ടില്, ആ പാരമ്പര്യമുള്ള മഹാമനീഷികരുടെ നാട്ടില് എല്ലാവരും ഒരുമയായി ജീവിക്കേണ്ട സംവിധാനങ്ങളെ ആരൊക്കെ പൊളിക്കാൻ ശ്രമിക്കുന്നോ അവരെ എതിർക്കാനും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും ഒക്കെയാണ് നമ്മളെ ശക്തിയുക്തമുള്ള ശ്രമങ്ങളെ മുഴുവൻ നിർവഹിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവർ. കാരണം എന്താ അറിയോ, ഇത് ഈ പുരട്ടിക്കൊണ്ടിരിക്കുന്ന തീവ്രത നാളെ വലിയൊരു അഗ്നി സ്ഫുലിംഗമായി കത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചാലക്കുടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ബോർഡ് മുസ്ലിം ഭീകരവാദികളുടെ എന്ന് പറയുമ്പോ അതിലൂടെ രാജ്യത്തെ സിംഹഭാഗം മുസ്ലിങ്ങളും തീവ്രവാദ ആശയങ്ങളില്ലാത്ത മുസ്ലിങ്ങളാണ്. അപ്പൊ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ മുസ്ലിം എന്നൊരു പേരാണ് ആ ബോർഡിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു അവജ്ഞയുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചറിയണ്ടേ. അതൊരു വിഷമാണ്, അത് പുരട്ടുക. ഇന്നലെ ഇപ്പൊ UP-യിൽ ആഗ്രയിൽ ഈ പശ്ചാത്തലത്തിന്റെ ശേഷം ഒരു 27 വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരനെ കൊല ചെയ്തതിന്റെ ശേഷം അവിടുത്തെ ക്ഷത്രിയ ഗോരക്ഷാ ദളിന്റെ നേതാവ് മനോജ് ചൗധരി വീഡിയോന്റെ മുമ്പിൽ വരികയാണ്, ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു, ഞങ്ങളൊരാളെ തീർത്തിരിക്കുന്നു. അതുകൊണ്ട് 26 വിനോദസഞ്ചാരികൾ തീർന്നതിന് പകരം 26,000 മുസ്ലിങ്ങളെ കൊല ചെയ്തിട്ടേ ഞങ്ങൾ അടങ്ങൂ. ഇതുണ്ടാക്കാൻ പോകുന്ന ആന്തോളനം അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം അത് എത്ര തീവ്രമാണ്. അപ്പൊ മുസ്ലിമിന്റെ നിലപാട് അതാണ് എന്ന് വരുത്തി തീർക്കലല്ലേ അത്. അതുകൊണ്ട് ഓരോ എഴുത്തുകളും ഓരോ കുറിപ്പുകളും, അത് FB പോസ്റ്റുകളാകട്ടെ, വാട്സപ്പ് സന്ദേശങ്ങളാകട്ടെ, വോയിസുകളാകട്ടെ, പലപ്പോഴും ഉരിയാടുന്നതിന്റെ മുമ്പ്, തൂലിക ചലിപ്പിക്കുന്നതിന്റെ മുമ്പ് 1000 വട്ടം ചിന്തിക്കേണ്ട വളരെ സെൻസിറ്റീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിന്റെ നിലപാടിൽ മുസ്ലിമിനെ ആണത്തത്തോടു കൂടെ പറഞ്ഞൂടെ? അത് അല്ലാഹു തആല പറഞ്ഞു തന്നല്ലേ. ഖുർആൻ പഠിച്ചോ, നീ പണിയെടുക്കുവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരനായ നാവിക ഉദ്യോഗസ്ഥൻ 26 വയസ്സോ സ്വന്തം ഭാര്യന്റെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പഹൽഗാമിലേക്ക് പോയതാണ്. അവിടെ പോയിട്ട് ഈ പെൺകുട്ടിയുടെ മുന്നിലിട്ടിട്ട് ഈ നവവരനെ അതിദാരുണമായ രീതിയിൽ കൊല ചെയ്യണമെങ്കിൽ ഈ കാഞ്ചു വലിച്ചുകൊണ്ടൊക്കെ മസ്തകത്തിലുള്ള ഭീകരതയുടെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, അല്ലെ? അതിന് എങ്ങനെയാണ് അതിന്റെ അരു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക? ഒരാള് മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, അന്യായമായിട്ട്
കൊല ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെല്ലാവരെയും കൊന്നതിന്റെ സ്ഥാനത്താണ് അവന്റെ കൊല. ഒരാളെ കൊല ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അവനെ വെറുതെ വിട്ടിട്ട് ഒരാളെ ജീവൻ അപകടത്തിലാവാതെ നിങ്ങൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ലോകത്തെ സകല ജനങ്ങളെയും ജീവിപ്പിച്ചവനെ പോലെയാണ്. ഒരാളെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ, ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ, ആ രക്ഷപ്പെടുത്തിയവനെ പറ്റി ഖുർആൻ പറഞ്ഞു കൊടുത്താൽ ഒരു മുസ്ലിമിനോട് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തെല്ലാവരെയും രക്ഷപ്പെടുത്തിയതിന്റെ പുണ്യമാടാ നീ ഇപ്പൊ വാങ്ങിയിരിക്കുന്നത്. അതാണ് ആദിൽ ഹുസൈൻ ഷാ ഇവിടെ ചെയ്തത്. പാവം മരിച്ചുപോയി. ഇത്ര ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിലാണ് വെടിയേറ്റ് മരിച്ചത്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എവിടെ പറയണ അറേബ്യൻ മണലാരണ്യത്തിന് യുദ്ധത്തിന് പോകണ സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധർമ്മസമരത്തിന് സഹാബത്തിനെയും കൊണ്ട് പോകുന്ന നേരത്ത് സീരിയസ് ആയ ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ് അവരോട് ഖുർആൻ പറയുന്നത്, വഇൻ അഹദു മിനൽ മുശ്രികീൻ, ഇസ്ലാമിന്റെ പുറത്തുള്ള മുശ്രികീങ്ങളിൽപ്പെട്ട ആരെങ്കിലും നബിയെ ഇസ്തജാറക, അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് പിടിക്കപ്പെട്ട പുള്ളികളായിട്ട് അഭയം തേടിക്കഴിഞ്ഞാൽ ഫഅജ്റുഹു, അവർക്ക് അഭയം കൊടുക്കണം, നിബന്ധനകൾ കൂടാതെ അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്, പരിശുദ്ധ റബ്ബിന്റെ വേദവാക്യങ്ങൾ അവർ കേൾക്കുന്നത് വരെ അവർക്ക് അഭയം കൊടുക്കണം. അത് കേൾപ്പിച്ചു, ഇനി അവരുടെ ഓപ്ഷനാണ്. പിന്നെ ചെയ്യേണ്ടത് ആ പിടികൂടപ്പെട്ടിരിക്കുന്ന പുള്ളിയെ, ആ ആളെ, ആ ബന്ദിയെ നിങ്ങൾ നിർഭയസ്ഥാനത്തേക്ക് എത്തിക്കണം. എന്തുകൊണ്ടാണ്? ഓരോരുത്തർക്കും ഓരോ മതങ്ങൾ, വിശ്വാസങ്ങൾ, ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങള്. അതുകൊണ്ട് അങ്ങ് ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയാത്തവരാണ് നബിയെ അവര്. എത്ര സൂക്ഷ്മമായിട്ടാ ഖുർആൻ പറഞ്ഞത് അല്ലേ? അവർക്ക് അഭയം കൊടുക്ക്, അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്ക്, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒത്താശ ചെയ്തു കൊടുക്ക്, കൊല്ലാനല്ല പറയുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ദുർവ്യാഖ്യാനങ്ങൾ പരിധി വിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ദീനിനെ കൈകാര്യം ചെയ്യേണ്ട അതാണ്. അല്ലാഹുമ്മ അഇസ്സനാ വഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ഇസ്സത്ത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ നിലപാട് കൂടിയാണ് ഒരു മനുഷ്യന്റെ. അങ്ങനെയാണല്ലോ, ഐശു റജുലിൻ ഫി അൽഫി റജുലിൻ, 1000 ആളുകൾക്കിടയിൽ ഒരാള് പക്വമതിയായി ജീവിക്കുന്നത് അംഫഅ, അത് വളരെ എഫക്റ്റീവാണ്. മിൻ വഅളി അൽഫി റജുലിൻ ലിറജുലിൻ, 1000 ആളുകൾ ഒരാളോട് വഅള് പറഞ്ഞു കൊടുക്കണേനേക്കാൾ. അപ്പൊ ഒരാളെ മുന്നിൽ വന്നാണ്ട് വ്യത്യസ്ത 1000 ആൾക്കാർ വന്നാണ്ട് സതുപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുക, അതിനേക്കാൾ അയാളെ ലൈഫിൽ മാറ്റമുണ്ടാക്കല് ഒരാൾ അയാളെ മുമ്പിൽ ജീവിക്കലാണ്. അങ്ങനെ നമുക്കൊക്കെ മുസ്ലിം, യഥാർത്ഥ മുസ്ലിമായി, ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന തീവ്രവാദിയായിട്ടല്ല, യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് മിൻ വഅലി അൽഫി റജുലിൻ ലിറജുലിൻ, 1000 ആളുകളുടെ വഅലിനേക്കാൾ എത്രയോ ഉപകാരപ്രദമാണ് 1000 ആൾക്കാർക്ക് ഇടയിൽ ഒരു മുസ്ലിമിന്റെ ജീവിതം. അപ്പൊ ജീവിതം വളരെ പ്രധാനമാണ്. ജീവിതത്തില് റൂഡായ സംസാരങ്ങൾ ഒഴിവാക്കുക, റഫായ പെരുമാറ്റങ്ങൾ ഒഴിവാക്കുക, ഹാർഷായിട്ട് ആളുകളോട് ഇടപഴകുന്ന രീതി ഒഴിവാക്കുക. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞില്ലേ, ഫലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക, നബിയെ അങ്ങ് ദഅവത്ത് ചെയ്യാൻ പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ്. അതുകൊണ്ട് അങ്ങയുടെ ചുറ്റും ആള് കൂടുക ചെയ്തത്, അങ്ങയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകല്ല ചെയ്തത്. എന്തുകൊണ്ട്? അങ്ങ് ഗലീദുൽ ഖൽബല്ലായിരുന്നു, അങ്ങ് പരുഷ ഹൃദയനായിരുന്നില്ല, ലോല ഹൃദയനായിരുന്നു. അപ്പൊ എല്ലാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്വഭാവ പ്രകൃതം അങ്ങയിൽ എല്ലാവരും കണ്ടു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ട്, ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് നബിയെ അങ്ങയുടെ കൂടെ ജനങ്ങൾ വന്നത്. അല്ലാഹു നമുക്കൊക്കെ സമ്പൽ സമൃദ്ധമായ ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഉപ്പയുടെ അസുഖം മാറാൻ വേണ്ടി ദർസിൽ ഒരു മുതാലിം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആജിലായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഒരു സഹോദരി, ഒരു ദർസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ദുആ ചെയ്യാൻ ഒരു ചാക്കാരി സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭാവനയുടെ പിന്നിലുള്ള ലക്ഷ്യങ്ങളെ സാധൂകരിക്കട്ടെ, സഫലീകരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖൈറിലും യൂസുറിലും ആക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി തന്റെ മരണപ്പെട്ടു പോയ മാതാവിന്റെ പേരിൽ പ്രത്യേകമായിട്ട് നിയത്താക്കിയിട്ട് മാതാവിന്റെ ഒരു സ്വർണ്ണ ആഭരണം നമ്മുടെ ഉത്തരേന്ത്യയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന മസ്ജിദിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവേ, ആ സംഭാവനയുടെ പുണ്യം ആ മക്കളിലൂടെ ആ മാതാവിന് വേണ്ടി അവർ ചെയ്ത ആ സംഭാവനയുടെ പുണ്യം ആ മാതാവിന്റെ ഹദറത്തിലേക്ക് വലിയൊരു ഹദിയയായി നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഉംറക്ക് പോയി മദീനയിൽ വെച്ച് മരണപ്പെട്ട നസീമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, അവരുടെ ബന്ധുക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. അതിന്റെ വലിയൊരു പ്രതിഫലമായ ആ മഹദിക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആത്മാഭിമാനത്തോടെ ജീവിച്ച് ആത്മാഭിമാനത്തോടെ നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യ സന്നിപാതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. اللهم ربنا تقبل منا انك انت السميع العليم وعلينا انك انت التواب الرحيم آمين يا اكرم الاكرمين ويا ارحم الراحمين. നമ്മുടെ മുഹയ്യിസുന്ന മദ്രസ മുജിക്കൽ മദ്രസയുടെ പുതുക്കിപ്പണിത വലിയ വിശാലമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമ്മേളന പരിപാടിയാണ് ഇന്ന് അസ്ർ നമസ്കാരത്തിന്റെ ശേഷം മുജിക്കല് മദ്രസ കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നത്. നമ്മുടെ മഹലിന്റെ കൂടി ഖാദിയായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിലെ മുഖ്യ അതിഥിയും അതിന്റെ ഉദ്ഘാടകനും. എല്ലാവരും പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ച് ആ പരിപാടി വിജയിപ്പിക്കണം എന്ന കാര്യം അറിയിക്കുന്നു. അതോടുകൂടെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിരുന്നു, നമ്മുടെ കഞ്ഞിപ്പുരയിലെ സ്ഥാപനത്തിൽ ആരംഭിക്കുന്ന ഹാഫിളായ ഉദ്യോഗസ്ഥനെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ഒരു വലിയ കരിക്കുലം. അൽഹംദുലില്ലാഹ് അതിലേക്ക് 10-40ഓളം അപേക്ഷകൾ വന്നു, പിന്നെയും വന്നിരുന്നു. പക്ഷേ നമ്മളൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചത് കൊണ്ട് പിന്നെ അത് പരിഗണിച്ചിട്ടില്ല. 15 കുട്ടികളെ മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അഥവാ 12 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 10 കുട്ടികൾ, ഒരു 5 കുട്ടികളൊക്കെ ഏതെങ്കിലും കാരണത്താൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊഴിഞ്ഞിപ്പോ ഡ്രോപ്പ് ഔട്ട് കൂടി പ്രതീക്ഷിച്ചിട്ടാണ് 15ൽ ഫിക്സ് ചെയ്തത്. അപ്പൊ അത് ഇന്ന് അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ പരിസരത്ത് നിന്നൊക്കെ ആരെങ്കിലും എഴുതിയവരുണ്ടെങ്കിൽ ആ 15ൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥാപനത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. 15ൽ ഉൾപ്പെടാത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ദയവ് ചെയ്ത് അക്കാര്യവുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡിന് വരരുത്. കാരണം അതൊരു വലിയ ലക്ഷ്യത്തോടു കൂടെ പോകുന്ന കുറച്ച് കണ്ടന്റ് ഉള്ള ഒരു സിലബസ് ആയതുകൊണ്ട് നമ്മളെ കുട്ടികൾ സെലക്റ്റഡ് ആയാൽ തന്നെ അവർക്കത് മെമ്മറിയിലേക്ക് കയറുള്ളൂ. പിന്നെ അത് നമ്മളെ കുട്ടികളെ ബുദ്ധിമുട്ടാക്കില്ല. വഴിപോക്കനെ കൊണ്ട് തെങ്ങ് കെട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ആ കുട്ടി അതിന് ഏബിൾ ആണോ എന്ന് തോന്നിപ്പിക്കാനാണ് 3-4 ടെസ്റ്റ് നടത്തിയിട്ട് അവസാന സ്ക്രീനിങ് നടത്തിയിട്ട് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ 25 അല്ലെങ്കിൽ 28 ഒക്കെ റാങ്ക് കിട്ടിയ കുട്ടികളുടെ രക്ഷിതാക്കള് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളൊരു സാധാ സ്കൂളിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്കും അഡ്മിഷൻ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. അതിന്റെ എയിം ഇതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ അനൗൺസ് ചെയ്തു. മാത്രമല്ല അത് നമ്മളൊരു ഫീസ് ഇനത്തിൽ ഒരു രൂപ പോലും കുട്ടിന്റെ അടുത്തുനിന്ന് രക്ഷിതാവിന്റെ അടുത്തുനിന്ന് വാങ്ങുന്നില്ല. അപ്പൊ അതിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുക. അതിൽ കൂടെ നിൽക്കലിൽ പെട്ടതാണ് എന്ത്, അഡ്മിഷന്റെ കാര്യത്തിൽ ഇളവ് ചോദിച്ചിട്ട് ആരും വരാതിരിക്കുക എന്നുള്ളത്. അപ്പോഴേ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊണ്ടുപോകാനും നല്ല റിസൾട്ട് ഈ ഉമ്മത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനും കഴിയുള്ളൂ. എല്ലാവരുടെയും സഹകരണം പ്രസ്തുത സിലബസിന്റെ കാര്യത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു അതൊക്കെ വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.